ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ് എറോ സ്റ്റോറീസ്. അപ്പം നമ്മളിപ്പോൾ ഒരുങ്ങിയിട്ടൊക്കെ പോകുന്നത് നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരിയിൽ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന വാട്ടർ മെട്രോ ടെർമിനൽ കാണാനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ട് തൃപ്പൂണിത്തുറയാണ്. ഇത് നമ്മുടെ RLV കോളേജുമാണ്. ഇതൊക്കെ ഞാൻ കാണിക്കാൻ കാരണം ഇതൊക്കെ തൃപ്പൂണിത്തുറയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമല്ലോ. അപ്പോൾ ഇത് കൊച്ചി രാജകുടുംബത്തിൻ്റെ കളിക്കോട്ട പാലസാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ, തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയേശ്വരൻ്റെ പടിഞ്ഞാറേ നടയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലൊക്കെ കൂടി നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് പൂർണ്ണ നദിക്ക് കുറുകെയുള്ള ബ്രിട്ടീഷുകാരിൽ നിർമ്മിതമായ ഇരുമ്പ് പാലത്തിയിട്ടാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സന്ധ്യയായി കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിനും ആകാശത്തിൻ്റെയൊക്കെ വ്യൂ അത് സൂപ്പറാട്ടോ. പിന്നെ ഇത് ഗാന്ധി സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ ഈ കുണ്ടന്നൂർ പാലത്തിൽ കൂടെ പോകുന്നത് നമ്മുടെ തോപ്പുംപടിയിലെ ഏറ്റവും പഴയ പാലമാണ്. ഇതിൻ്റെ നടുഭാഗം കപ്പലുകൾ വരുന്ന സമയത്ത് ഉയർത്തി കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് നമ്മുടെ മഹാരാജാവിൻ്റെ കാലത്ത് ഇതിൻ്റെ ശക്തിയൊക്കെ നോക്കാൻ വേണ്ടി ഇവർ ചെയ്തത് കുറേ ആനേൻ്റെ അതിൻ്റെ മുകളിൽ കൂടെ നടത്തിയിട്ട് അതിൻ്റെ ശക്തി നോക്കി. എന്നുവെച്ചാൽ അതിപ്പോൾ പൊട്ടുവാണെങ്കിൽ അത് ചീത്തപ്പാലാന്ന് അവർ പറയും. അതുകൊണ്ടാക്കി ഇപ്പോൾ നമ്മൾ കയറി വരാൻ നേരത്തൊരു സൈൻ ബോർഡൊക്കെ കണ്ടത്, ഇത്രയും ഹൈറ്റുള്ള വാഹനം ഇതിൻ്റെ കൂടെ പോകാൻ പറ്റില്ല, അതിനെക്കാട്ടും മേളിലൊന്നും പോകാൻ പറ്റില്ലെന്നൊക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുകളിൽ ട്രക്കൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോയാൽ ചിലപ്പോൾ പൊട്ടി നമ്മളെല്ലാവരും കൂടി കുളത്തിൽ കിടന്ന് നീന്തി കളിക്കും ഗൈസ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഇട്ടത്. അപ്പോൾ ഇതാട്ട് ഇവിടെ നിന്നൊരു ആ ഒരു നടുഭാഗം കണ്ടോ, ഇതാണ് ആ കപ്പലുകളൊക്കെ വരണ സമയത്ത് പൊക്കി കൊടുക്കും എന്നൊക്കെ പറയണത് കണ്ടോ. നമ്മളിവിടെ കൂടെ പോകുമ്പോൾ നല്ല സ്കൈ വ്യൂ കാണാം കേട്ടോ. ബിക്കോസ് 5 മണി 6 മണിയൊക്കെ ആവാറായത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു സൺസെറ്റും ആകാശമൊക്കെ നല്ലൊരുമാതിരി ഫ്ലഫി, എന്താ നമുക്ക് കാണാൻ തന്നെ ഒരു ഫ്ലഫി ഫീൽ തോന്നും. അപ്പോൾ ഞാനിത് കണ്ടോടെ അതിൻ്റെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചക്കു പപ്പയോട് പറയണത്, പപ്പയെ ഈ ആകാശം കണ്ടിട്ട് പഞ്ഞിമിഠായി പോലെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്ന് പോണ വഴിക്ക് ഒരു പഞ്ഞിമിഠായി കഴിക്കണമെന്ന്. അവൾ ആ അവസരം മുതലാക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ പഞ്ഞിമിഠായി എല്ലാ കുട്ടികളുടെയും വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണിക്കാൻ കാരണം ഇതൊരു ബോട്ടിൻ്റെ ഷേപ്പിലായിട്ട് ഈ ഒരു ബിൽഡിങ് പണിയണത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ മട്ടാഞ്ചേരിയിലെ സ്ട്രീറ്റിട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ പിന്നെ അറിയാമല്ലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ടാകും. കാണിച്ച് മട്ടാഞ്ചേരി കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രീറ്റ് കട തുടങ്ങിയ എല്ലാം ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുക. പിന്നെ ഇപ്പോൾ ദീപാവലിയാണല്ലോ, ദീപാവലി കഴിഞ്ഞു, എന്നാലും ദീപാവലിയുടെ ആഘോഷങ്ങൾ അവിടെ ഞങ്ങൾ സൺഡേ ആയിരുന്നു ഇത് പോയത്. അപ്പോൾ സൺഡേ തൊട്ടേ അവിടെ ദീപാവലിയുടെ ആഘോഷങ്ങൾ തുടങ്ങി. അപ്പോൾ നമ്മൾ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിലായിട്ട് അടുക്കാറായി. ആ ഒരു വാട്ടർ മെട്രോ ടെർമിനലിലുള്ള സ്ട്രീറ്റാട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് റൈറ്റിൽ പോയാൽ നമ്മുടെ വാട്ടർ മെട്രോ ടെർമിനലിൽ എത്തും ഗൈസ്. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ അപ്പം പറഞ്ഞ് അവിടെ ഇനോഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു ദിവസം പോകണമെന്ന്. അപ്പോൾ എനിക്കത് ഞാനപ്പോൾ കുറേ ദിവസമായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് അങ്ങനെ നമ്മുടെ സമയം എത്തി ഗൈസ്. സെയിം മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ. ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി, സന്തോഷം വന്നു. കാരണം ഇതാട്ടെ അപ്പം നമ്മുടെ മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോ ടെർമിനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. കണ്ടോ, അവിടെ ഫുൾ മരങ്ങളാട്ടോ. ഇതിപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ മരത്തിന് ചുറ്റും ലൈറ്റിങ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിട്ടാട്ടോ ഓടിപ്പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പറല്ലേ നമ്മുടെ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ. എല്ലാവരും ഇത് വന്ന് കാണേണ്ട സ്ഥലമായിട്ട് കാണിച്ച് നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്താ ട്രഡീഷണലും മോഡേണും എല്ലാം കൂടി ഒരു മിക്സായിട്ട്, എസ്തെറ്റിക്കും എല്ലാം മിക്സായിട്ടുള്ള സ്ഥലമാണ്. അപ്പം മട്ടാഞ്ചേരിയിട്ട് വന്നിട്ട് സ്ഥലങ്ങൾ അറിയാത്തവർക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ടൂറിസ്റ്റ് മാപ്പ് ഓഫ് മട്ടാഞ്ചേരി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വല്ലതും ഇത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നോക്കാം, ഫുഡ് സ്പോട്ട് എവിടെയാണെന്നും പെട്രോൾ പമ്പ് എവിടെയാണെന്നും ഇവിടുത്തെ ഹോട്ടൽസ് എവിടെയാണെന്നും ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റാം വാക്കൊക്കെ കളിച്ച് നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഫുൾ ക്രൗഡാണ്, കുറേ ആൾക്കാരാണ്.
അപ്പോൾ അവിടെ മുമ്പിൽ കൂടി ഇങ്ങനെയൊക്കെ നടക്കാൻ എനിക്ക് സമ്മതമുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ക്യാറ്റ് വാക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്ന മുമ്പായി നല്ലൊരു തണുത്ത കാറ്റ് വന്ന് വീശിയത്. അങ്ങനെ അപ്പോഴാണ് എൻ്റെ ആലോചന തുടങ്ങിയത്. എനിക്ക് എവിടെ പോയാലും ഒരു ആലോചനയുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തൃപ്തിപ്പെട്ടപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്രൗഡ്. ഫുൾ ഇവിടെ ക്രൗഡാണ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് 2-3 ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാരത് വിസിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. വാട്ടർ മെട്രോ കാണാനും അതിൽ കയറി ഇരിക്കാനൊക്കെ. അപ്പോൾ അതെ, അതിൻ്റെ അകത്ത് തന്നെ ഒരു ബെൻഡിങ് മെഷീനും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഓറഞ്ച്. അപ്പോൾ അതെ, ഇതാട്ടോ പുറത്തിരിക്കുമ്പോഴുള്ള ആ ഒരു കായലിൻ്റെ, കൊച്ചി കായലാട്ടോ അത്. അപ്പോൾ ആ ഒരു കായലിൻ്റെയൊക്കെ വ്യൂ. ഇതാട്ടോ നമ്മുടെ ആ ഒരു വാട്ടർ മെട്രോ ടെർമിനലിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള അകത്തത്തെ വ്യൂ. അപ്പോൾ ഇതാട്ടോ, ഇവിടെ ആട്ടോ നമ്മുടെ ബോട്ടൊക്കെ വന്നിട്ട് നമ്മൾ പിക്കും ചെയ്യണത് ഡ്രോപ്പും ചെയ്യണൊക്കെ സ്ഥലം. അപ്പോൾ എല്ലാവരും ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. കാരണം അവിടുത്തെ ആംബിയൻസും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാമ. അപ്പോൾ അതെ, പപ്പ അവിടെ നിന്നിട്ട് കൊച്ചി കായലിനരികെ ആ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നതാട്ടോ ഇവിടുത്തെ മട്ടാഞ്ചേരിയിലെ യാത്രാ ബോട്ട് ജെട്ടി. അപ്പോൾ ആർക്കും ഇവിടെ വരുമ്പോൾ മാറിയും തിരിഞ്ഞൊന്നും പോരുത്. ഇപ്പം നമ്മൾ കാണുന്നത് മട്ടാഞ്ചേരിയിലെ യാത്രാ ബോട്ട് ജെട്ടിയാണ്. ഇപ്പം നമ്മളുള്ളത് മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോ ടെർമിനലാണ്. അപ്പോൾ ഇതിൻ്റെ ഇച്ചിരി ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ദേ ഞാനും അനിയത്തിയും എന്നുവെച്ചാൽ എൻ്റെ ചക്കും കൂടി അരികത്ത് എന്നുവെച്ചാൽ ആ ഒരു കോർണർ വന്ന് നിന്നിട്ട് എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ ഫീൽ യു ഒക്കെ പാടിക്കൊണ്ട് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ പുറത്ത് ആ ഒരു സിറ്റിംഗ് ഏരിയയിൽ വന്നിരുന്നു. അവിടെ വന്നിരുന്നപ്പോൾ ആ സെയിം നമ്മൾ അകത്തേക്ക് കയറണ മുമ്പ് കടിച്ച ആ ഒരു സെയിം തണുത്ത കാറ്റ് അവിടെയും വീശി ഗൈസ്. അപ്പോൾ എനിക്ക് നല്ലൊരു എന്താണെന്നറിയില്ല, ഒരു ഫീല് നന്നായിട്ട് എനിക്ക് എന്തോ ഒരു റിഫ്രഷ്മെൻറ്റ് തോന്നി. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. പിന്നെ അവിടെ ഞാൻ ഒരു മരത്തിൻ്റെ ചുറ്റും ലൈറ്റിങ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു മരത്തിൽ ചാടി കയറിയിട്ട് നമ്മൾ ആ മരത്തിൻ്റെ ആകാശഭംഗികൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാട്ടെ നമ്മുടെ ആ മരം, അത് വലിയക്കാട്ടൊരു മരമാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതാട്ടോ നമ്മുടെ മരം. ഈ മരത്തിൻ്റെ പേര് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വീട്ടിൽ പോകാൻ നേരത്തായിരുന്നു ഫുൾ ഫയർ വർക്ക്സും ചൈനീസ് ലാമ്പ് പോലത്തെ ലാമ്പും പടക്ക കച്ചവടമൊക്കെ കണ്ടത്. ഇവിടെ ഞാൻ പോയ എല്ലാ വീട്ടിലും പടക്ക കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു ഓറഞ്ച് ബ്ലൂഷ് വീടില്ലേ, അത് കാണുമ്പോൾ മമ്മി ചോദിക്കുക, ഇടി അത് അമ്പലമാണോ എന്ന്. അത് അമ്പലം പോലെയാണ് അതിങ്ങനെ പണിയെടുത്തേക്കണേ. അത് കണ്ട് ആരും ചോദിക്കും അത് അമ്പലമാണോ എന്ന്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ എല്ലാ വീട്ടിലും ചൈനീസ് ലാമ്പാണ്. കണ്ടോ, ഫുൾ ചൈനീസ് ലാമ്പാണ്. എനിക്ക് തോന്നണേ അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിരിക്കും ഇങ്ങനെ ദീപാവലി ആകുമ്പോൾ ചൈനീസ് ലാമ്പ് ഇങ്ങനെ വെക്കുക എന്നത്. ഫുള്ളെടുത്ത് ചൈനീസ് ലാമ്പ്, പടക്കം പൊട്ടിക്കൽ, പടക്ക കച്ചവടം, ഇത് മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. കണ്ടോ, അടുത്ത പടക്കം പൊട്ടിക്കൽ. ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് തന്നെ നോർത്ത് ഇന്ത്യക്കാരുടെ ആട്ടോ. അപ്പോൾ ഇവിടെ പല നോർത്ത് ഇന്ത്യക്കാരും ഉണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ വിശ്വാസമായിരിക്കും. പക്ഷെ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദിവാലി ആകുമ്പോൾ പടക്കം പൊട്ടിക്കുക, സ്വീറ്റ്സ് കഴിക്കുക,
പടക്കം പൊട്ടിക്കുക, സ്വീറ്റ്സ് കഴിക്കുക. അതാണ് നമ്മുടെ ഒരു ആചാരം. അപ്പോൾ ദേ പോണ വഴിക്ക് ദേ ഫുൾ പടക്ക കച്ചവടം. അവിടെ നിന്ന് ഒരു ചേട്ടനാണ് ഞങ്ങളെ വാ അതെ നല്ല അസല് പടക്കങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്ത് ഞങ്ങൾ പോയി. കണ്ടോ, ഫുൾ പടക്ക കച്ചവടം, ഇങ്ങ് തിരിഞ്ഞാലും പടക്ക കച്ചവടം. പിന്നെ അതെ അവിടെ നിന്നൊക്കെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ അടുത്ത ഇവിടെ കുറേ സ്ട്രീറ്റുണ്ട്. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റുകളുടെ സ്ട്രീറ്റാണ്. അപ്പോൾ അടുത്ത സ്ട്രീറ്റ് കയറിയിട്ടുണ്ട്. അടുത്ത സ്ട്രീറ്റിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു എന്താ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് സെൻ്റർ ആവട്ടെ ഈ ശാന്തിലാലിലെ മിഠായി വാല. അപ്പോൾ അവിടെ ദീപാവലി ആയിക്കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കാണ്. ദീപാവലി ആയില്ലെങ്കിലും അവിടെ തിരക്ക് തന്നെയാണ്. അപ്പോൾ ദീപാവലി ആയാൽ പിന്നെ അതിൻ്റെ അടുത്തേക്ക് അടുക്കാനേ പറ്റത്തില്ല. അപ്പോൾ ദേ ഇതാണ് ഗുജറാത്തികളുടെ ഒരു അമ്പലം. ഞാൻ പറഞ്ഞല്ലോ അത് നോർത്ത് ഇന്ത്യക്കാരുടെ സ്ട്രീറ്റാണ്. അപ്പോൾ അത് ഗുജറാത്തിൻ്റെ അമ്പലം. ഇത് നമ്മുടെ ടി ഡി അമ്പലമാണ്. ഇത് ഗൗഡ സരസ്വത ബ്രാഹ്മണരുടെ അമ്പലമാണ്. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരുടെ തന്നെ അമ്പലമാണ്. അവിടെയാണെങ്കിൽ ഇതേ എന്താ നമ്മുടെ ദീപാവലി ആഘോഷങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വാം ലൈറ്റ്സ് ഒരു നിരപ്പായിട്ട് അങ്ങ് ഇട്ട് പോയിട്ടുണ്ട്. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് നല്ല ആംബിയൻസ് ഒക്കെ തോന്നിയിട്ട് നല്ല വൈബൊക്കെ തോന്നി. അപ്പോൾ ഇത് അവിടുത്തെ അമ്പലക്കുളമാട്ടോ. അതിന് നടുക്കായിട്ട് തന്നെ ഒരു കുഞ്ഞമ്പലമുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മട്ടാഞ്ചേരിയിലെ കാഴ്ചകളും വാട്ടർ മെട്രോയുടെ കാഴ്ചകളൊക്കെ. ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.